തന്നെ വേണമെന്ന് അവള് പറയണേ. പറയട്ടെ, മനസ്സിലുള്ള ആശ മുഴുവൻ പറയട്ടെ. കർത്താവ് തമ്പുരാൻ കാത്തു. നാക്ക് തിരിഞ്ഞു തുടങ്ങിയല്ലോ, ഇനി എല്ലാം ശരിയായിക്കോളും. അതെ ചേട്ടത്തി, ഇനി ഫിസിയോതെറാപ്പി ചെയ്താൽ പെട്ടെന്ന് ഭേദം ഉണ്ടാവും. കുഞ്ഞിനെയൊക്കെ ഞങ്ങൾ കൊണ്ടുതരാം. അവനിപ്പോ സുഖമായിട്ട് അവന്റെ അച്ഛന്റെ കൂടെ കഴിയല്ലയോ. അപ്പനാന്നെങ്കി കുഞ്ഞിന്റെ അമ്മച്ചിയോട് കെറിവിച്ചിരിക്കുക അങ്ങോട്ട് ചെല്ലാത്തതിന്. സ്നേഹം കൂടി പോയതിന്റെ കുഴപ്പാ കുഞ്ഞ്. അതൊന്നും സാരമില്ല. ഇനിയിപ്പോ ഒക്കെ ചടയുന്ന നേരെയോ, കൈയും കാലും അനങ്ങിയില്ലയോ. അതെ ചിന്നു, ഇനിയൊക്കെ വേഗം നേരെയാവും. നിന്റെ അപ്പാപ്പനെതിരെയും എനിക്കെതിരെയും കരിമൻ കേസ് കൊടുത്തിരിക്കുക. ആ തെറ്റിദ്ധാരണയൊക്കെ ഇനി നീ തന്നെ വേണം മാറ്റിയെടുക്കാൻ. കൊച്ചമ്മേ, എനിക്ക് സ്വത്തൊന്നും വേണ്ട. കരുമനെയും എന്റെ കുഞ്ഞിനെയും മതി. ഒക്കെ നിന്റെ ഇഷ്ടം പോലെ നടത്താൻ മോളെ. അച്ഛൻ കോടതി പോയിരിക്കുക. വന്നിട്ട് നീ തന്നെ പറ നിന്റെ മനസ്സിലുള്ളതൊക്കെ. പാവം എന്റെ അപ്പാപ്പൻ. ഒക്കെ നേരെയാവും കുഞ്ഞെ. എല്ലാവർക്കും സങ്കടങ്ങളെ കൊണ്ട് ചാരാനുള്ള കയ്യാലപ്പുറ നിന്റെ അപ്പാപ്പൻ. ഒരു പരാതിയില്ലാണ്ട് എല്ലാം താങ്ങിക്കോളും. പ്രദീപേട്ടൻ എന്താ ഇത്രയൊക്കെ തെളിവ് കിട്ടിയിട്ടും കാര്യങ്ങൾ തലേ കയറാത്തത്? ഇവിടെയുള്ള അമ്മുക്കുട്ടിയും കെട്ടിപ്പിടിച്ചിരുന്ന അവസാനം സ്വത്ത് തട്ടിയെടുത്തൊന്നും പറഞ്ഞ് എന്നെയായിരിക്കും ജയിലിൽ പിടിച്ചിടുന്നത്. അഞ്ജു, എന്റെ ചോരയാണെന്നും പറഞ്ഞ് ഒത്തിരി സ്നേഹിച്ചതാ ഞാൻ അമ്മുക്കുട്ടിയെ. പെട്ടെന്നൊരു ദിവസം ശ്യാമെന്ന് പറഞ്ഞ അവൾ എന്റെ മോളല്ലാതായി പോവോ? സത്യം അതാണല്ലോ. പിന്നെ മകളാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ശ്യാമിന്റെ തട്ടിപ്പാ. സോനയുടെ യഥാർത്ഥ മോളെ കൈ കിട്ടിയാൽ അത് വെച്ച് നീരേറ്റുകാരോട് വിലപേശാൻ. ആ തന്ത്രത്തിൽ നീ വീണു പോകരുത്. അത് തന്ത്രമാണെന്ന് എനിക്ക് തോന്നില്ല. ശ്യാമിന് സ്വത്തുക്കൾ വേണം, അതൊരു സത്യമാ. പക്ഷേ അത് മാത്രം ലക്ഷ്യമെങ്കിൽ മറ്റേ കുട്ടിയെ കൊണ്ട് ശ്യാമിന് നേരിട്ട് നീരേറ്റിൽ പോയാൽ മതിയായിരുന്നില്ലേ? അപ്പോ അതല്ല പ്രശ്നം. ശ്യാം ബാംഗ്ലൂരിലെ ഹോസ്റ്റലിൽ ഇത്രയും നാളും സംരക്ഷിച്ച ഇവിടുള്ള അമ്മുക്കുട്ടിയെ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിക്കണം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ അവിടെ എന്തോ പ്രശ്നം കാണണം. അതാ ശ്യാമിന്റെ പ്രധാന ലക്ഷ്യം, അല്ലാതെ സ്വത്തൊന്നും അല്ല. ഇവിടുത്തെ അമ്മുക്കുട്ടി എന്റെ മോളല്ല എന്ന് പറയാൻ എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? മോളാണെന്ന് പറയാൻ എന്ത് തെളിവാ പ്രതിഭയുടെ കയ്യിലുള്ളത്? അത് അങ്ങനെ തെളിവൊന്നുമില്ല. ശ്യാം ഇപ്പൊ പറഞ്ഞതുപോലെ അന്ന് കൃഷ്ണപിള്ളി അപ്പൂപ്പൻ പറഞ്ഞു ഇതാ പ്രദീപിന്റെ മോളെന്ന്. ഉടനെ അത് വിശ്വസിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടി. അത് തന്നെ തെളിവ്. പ്രദീപേട്ട, എനിക്ക് 100% ഉറപ്പുണ്ട് അമ്മുക്കുട്ടി പ്രദീപേട്ടന്റെ സോനയുടെ മോളല്ലെന്ന്. പ്രദീപേട്ടന്റെ ചോരയല്ലാത്ത ഏതോ ഒരു അനാഥ കുട്ടിക്ക് വെച്ച് വിളമ്പാനൊന്നും ഇനി എന്നെ കൊണ്ട് പറ്റില്ല. എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയോട് ക്രൂരത കാണിക്കരുത് നീ. ഇല്ല, അവളെ അങ്ങ് ശ്യാമിന്റെ കൂടെ വിട്ട തീർന്നില്ലേ പ്രശ്നം? അതിപ്പോ കാര്യങ്ങൾക്കൊരു തീരുമാനമാകാതെ എങ്ങനെയാ? കാര്യങ്ങൾക്ക് ഇനി എന്ത് തീരുമാനമാകേണ്ടത്? ദേ, പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഈ നിമിഷം മുതൽ അവക്കായിട്ട് 1 മണി അരി ഈ വീട്ടിൽ ഞാൻ പാചകം ചെയ്യില്ല. നീതിയുടെയും ധർമ്മത്തിന്റെയും മകിട ഉദാഹരണമായ സിബി ചക്രവർത്തിയുടെ രാജസദസ്സിലേക്ക് ഒരു സ്ത്രീയുടെ കരച്ചിൽ അലയടിച്ചെത്തി. സദസ്സ് നിശബ്ദമായി. ആരെവിടെ? ചക്രവർത്തിയുടെ ശബ്ദമുയർന്നു. ഒരു കാവൽക്കാരൻ മുന്നിലെത്തി തലകുനിച്ചു. 2 സ്ത്രീകളും ഒരു കുഞ്ഞും തിരുമനസിനെ മുഖം കാണിക്കാൻ വന്നു നിൽക്കുന്നു. മഹാരാജൻ, വരാൻ പറയൂ, ചക്രവർത്തി കൽപ്പിച്ചു.
ഡാഡി, സിബി ചക്രവർത്തിയുടെ കഥ എനിക്ക് പറഞ്ഞോ? ഡാഡി പിന്നെ പറഞ്ഞുതരാം. ഡാഡിയുടെ മനസ്സിന് തീരെ സുഖമില്ല. പ്ലീസ് ഡാഡി. ആ രണ്ടമ്മമാരും എന്തിനാ കുഞ്ഞിനെയും കൊണ്ട് രാജാവിനെ കാണാൻ വന്നേ? അത് ആ രണ്ടമ്മമാരും പറഞ്ഞത് ആ കുഞ്ഞ് എന്റെയാന്ന്. തർക്കം തീരാത്തപ്പോ ശിവി ചക്രവർത്തി പറഞ്ഞു കുഞ്ഞിനെ രണ്ടായിട്ട് മുറിച്ച് ഓരോ കഷ്ണം വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കാൻ. അത് കേട്ടതും ഒരു അമ്മ കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീണു. അപ്പോ എല്ലാവർക്കും മനസ്സിലായി അതാണ് യഥാർത്ഥ അമ്മ. കള്ള അമ്മയ്ക്ക് ശിവി ചക്രവർത്തി നല്ല ശിക്ഷ കൊടുക്കുകയും ചെയ്തു. ഡാഡി, ഞാനാണോ അല്ല ആദരയാണോ ഡാഡിയുടെ ശരിയായ മോള്? ഡാഡിക്കൊന്നും അറിയില്ല മോളെ. നിനക്ക് 6 മാസം പ്രായമുള്ളതുവരെ നിന്നെ വളർത്താൻ എനിക്ക് സാധിച്ചുള്ളൂ. പിന്നെങ്ങനെ ഡാഡിക്ക് നിന്നെ തിരിച്ചറിയാൻ കഴിയാ? എന്നെ ഇനിയും ശ്യാമങ്ങളുടെ കയ്യിൽ കൊടുക്കൂ ഡാഡി. ആ അങ്കിൾ എന്നെ തല്ലും. എന്റെ പൊന്നുമോളെ, എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യാൻ പാടില്ലെന്നോ ഡാഡിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. മോള് ശരിക്കൊന്ന് ഓർത്തു നോക്കിയേ. സോന മോളെയാണോ അതോ ആതിരയാണോ ശരിക്കും ലാളിച്ചത്? ഒന്ന് ഓർത്തു നോക്കിയേ. അത് ഡാഡി, മമ്മി എപ്പോഴും ഒരുപോലെയാണ് ഞങ്ങളോട് പെരുമാറിയത്. ഞങ്ങള് രണ്ടാളും വിചാരിച്ചത് നമ്മൾ മമ്മിയുടെ മക്കളാണെന്നാ. ഇപ്പോഴാ അറിയുന്നേ മമ്മിക്ക് ഒരു മോളേ ഉള്ളൂന്ന്. പറ ഡാഡി, ആ മോള് ഞാനാണോ? എന്നെ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കളഞ്ഞു ഡാഡി. എന്നാലും ആ ശ്യാമങ്ങളുടെ കയ്യിൽ എന്നെ കൊടുക്കല്ലേ. ഡാഡി, ഡാഡിയോ? വഴി കാണുന്നവരൊക്കെ ഡാഡി എന്നാ വിളിക്കാ? ശ്യാമങ്ങൾ പറഞ്ഞല്ലോ ഇതാ എന്റെ ഡാഡിന്ന്. ഓ, അവനാണ് ഈ നുണയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചല്ലേ? സത്യം പറ, ശ്യാമല്ലേ നിന്റെ അച്ഛൻ? ബാംഗ്ലൂരിലെ ഏതോ മലയാളി പെണ്ണല്ലേ നിന്റെ അമ്മ? അല്ല, എന്റെ മമ്മി സോനയാ. ഓ, അപ്പൊ അതും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നിന്റെ ബാംഗ്ലൂരിൽ ഡാഡി ആരാ? ബാംഗ്ലൂരിൽ എനിക്ക് ഡാഡി ഇല്ലായിരുന്നു. ശ്യാമങ്ങളാ മമ്മിയുടെ കൂടെ നമ്മുടെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നേ. അപ്പൊ എന്റെ കൂടെയുള്ള അമ്മുക്കുട്ടിയോ? അവളും ഞാനും ബാംഗ്ലൂരിലെ ശേഷനപ്പൂപ്പ് നടത്തുന്ന ഹോസ്റ്റലിലെ ഒരു മുറിയിലായിരുന്നു താമസം. അവളും എന്റെ മമ്മിയെ മമ്മീന്ന് തന്നെ വിളിച്ചിരുന്നേ. ശ്യാമിന് ഡാഡി എന്ന് വിളിച്ചോ? ഇല്ല, അങ്ങളെന്ന് തന്നെ വിളിച്ചിരുന്നേ. മമ്മി എപ്പോഴും എന്നോട് പറയായിരുന്നു മോളെ ഡാഡി നാട്ടിലാ, ഒരു ദിവസം കാണിച്ചിരാന്ന്. എന്തിനാ എന്റെ ഡാഡി അല്ലാന്ന് പറയുന്നേ? ഇതൊക്കെ ചതിയാ, ശ്യാമിന്റെ ചതി. அப்படி சொல்லாத சார், இதொன்னும் சீட்டிங் அல்ல. இந்த குழந்தை தான் அந்த சோனாவுடைய சொந்த குழந்தை. அந்த அம்மா எல்லாம் என்கிட்ட சொல்லி இருக்கு. നുണയല്ല. நம்பலனா என்ன பண்ண முடியும் சார்? நான் நிஜமா சொல்றேன், பழனி ஆண்டவனை பிடிச்சு சொல்றேன். இந்த குழந்தை தான் நிஜமான அம்முக்குட்டி. ஆமா சார், சந்தேகமே இல்லை. எதுக்கு சார் இந்த சின்ன குழந்தையை இந்த மாதிரி கஷ்டப்படுத்துது? கடவுள் பொறுக்காது. நீங்க பக்கத்துல இருக்க அந்த குழந்தைய கிடைச்சா நாங்க இந்த ஊரு விட்டு போயிடுவேன் சார். கடவுளை நினைச்சு அந்த பொண்ணை நாங்களுக்கு தந்துடு சார். என்ன சார் இது? விட்டுடுங்க சார். இப்படி தள்ளாத சார். എന്റെ കൂടെ ഉള്ളത് എന്റെ ചോര, എന്റെ സ്വന്തം മോള്. അവളെ ഒരുത്തനെ ഞാൻ വിട്ടുതരില്ല. മര്യാദക്ക് ഈ കുട്ടിയെ കൊണ്ട് വന്നിടത്തേക്ക് തിരിച്ചു പോയിക്കോണം. അല്ലെങ്കിൽ പ്രദീപനെ തനി സ്വഭാവമാണ് നിങ്ങള്. വെട്ടി തുണ്ടുവായിക്കളെ ഞാൻ. പതിവ് നാടകങ്ങളിൽ നടത്തി പൊക്കോണം ഇവിടുന്ന്. என்னம்மா இது? ഡാഡി, ഇതെന്നാ സാറേ ഇങ്ങനൊക്കെ? പോലീസ് ആണെങ്കിലും നിങ്ങൾ ഒരു വീട്ടിൽ കയറി വന്നതല്ലയോ? എന്നാത്തിനെ പാർവതി കുഞ്ഞിനെ കാണണമെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനിങ്ങനെ ദേഷ്യപ്പെടണോ? അമ്മമ്മയോട് ഞാൻ ദേഷ്യപ്പെട്ടതല്ല,
മിസ്സിസ് പാർവതി മേനോനോട് പറയേണ്ട കാര്യം അവരോടല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എന്താ ചേട്ടത്തി? പ്ലീസ് ടേക്ക് യു സീറ്റ്. എക്സ്ക്യൂസ് മീ മാഡം, നിങ്ങൾക്കെതിരെ നരഹത്യാശ്രമത്തിനും ശരീരരക്ഷ ഏൽപ്പിച്ചതിനുമായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാം. ആരാ ഈ കേസിന് പറകിൽ? ആദിവാസി നേതാവ് കരുമൻ. ഓ, അത് ശരി. അപ്പോ ആരെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചത്? കരുമനെയോ? അല്ല, കരുമന്റെ ഭാര്യ ചിന്നു എന്ന സ്ത്രീയെ. സാർ എന്നതായി പറയുന്നേ? ചിന്നു ദാണ്ടേ ആ മുറിക്കകത്തിരിപ്പുണ്ട്. പാർവതി കുഞ്ഞ് ചികിത്സിച്ചോണ്ടിരിക്കും ആ കുഞ്ഞിനെ. ചികിത്സിക്കുന്നതിനാന്നോ നിങ്ങൾ കൊലപാതകം എന്ന് പറയുന്നേ? ദേ, ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. സംഗതി ആദിവാസി പീഡനമാണ്. അതും ഗോത്രസഭ ഇതേ കാര്യത്തിന് വേറെയും പരാതി തന്നിട്ടുണ്ട്. എന്റെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ തൊപ്പി ധരിക്കുന്നത് എന്റെയാ. ഡോക്ടർ ദയവായി എന്റെ കൂടെ വരണം. അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ ഇതെന്നാ കണ്ട ആ പൂപ്പകളുടെ വീടാന്ന് കരുതിയോ? പോലീസ് സൂപ്രണ്ട് സെലീനയുടെ അച്ഛൻ പെങ്ങളാ ഇത്. ചെന്ന് അവിടെ പറ പിടിച്ചോണ്ട് പോകാൻ. മാഡം പ്ലീസ്, പ്രോപ്പർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ 24 മണിക്കൂറിനകം ഞാൻ സസ്പെൻഷനിലാവും. ചേട്ടത്തി, വെറുതെ ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തോളാം. അതൊന്നും ഒക്കെയല്ല കുഞ്ഞെ. കൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഇല്ലാത്തതാ. വന്ന് കേറുമ്പോ എന്റെ മോൾ എവിടെയെന്ന് ചോദിച്ചാ ഞാൻ എന്നെ ഉത്തരം പറയും. സെലീനയുടെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയെന്നോ? ഇവിടെ ഇപ്പൊ ആണുങ്ങളാരുമില്ല. അച്ഛൻ വന്ന ഉടനെ ഞാൻ സ്റ്റേഷനിലേക്ക് വന്നോളാം. കോടതി പിരിയും മുമ്പ് വരണം. ശരി. ആ, പ്രശ്നങ്ങൾ ഒഴിയുന്നില്ലല്ലോ ചേട്ടത്തി. ചിലപ്പോ തോന്നും ചേട്ടത്തി പറഞ്ഞ പോലെ എന്തോ ഒരു ശാപം ഈ വീടിന്റെ മോൾ പതിച്ചിട്ടുണ്ടോന്ന്. സ്നേഹം അനുഭവിച്ച് തീരാണ്ട് മരിച്ചുപോയൊരു നീറ്റല കുഞ്ഞെ. കൃഷ്ണൻ ചേട്ടന്റെ ഭാര്യ ഗൗരി ചെറുപ്രായത്തിലല്ലയോ മരിച്ചത്. അത് കഴിഞ്ഞ് അനന്തം കുഞ്ഞിന്റെ ഭാര്യ നന്ദിനി. ഒരു ജന്മം മുഴുവൻ അനുഭവിക്കാനുള്ള സ്നേഹം ബാക്കി വെച്ചല്ലയോ തീയില് വെന്തതാ കുഞ്ഞ്. അതേ വിധി തന്നെ കാറ് കത്തി മരിച്ച അനന്തം കുഞ്ഞിനും വന്നു. ഒടുവിൽ സോനമോള് പോയി സ്നേഹിച്ച് തീരാതെ. ആ ആത്മാക്കളുടെ നീറ്റല സങ്കടങ്ങളായി നമ്മുടെ മുമ്പിൽ നമ്മുടെയൊക്കെ തലയിൽ പതിക്കുന്ന. നമ്മൾ ഇത്രയൊക്കെ പാടുപെട്ടിട്ടും പാർവതി ഡോക്ടർ ആ എസ് എ അറസ്റ്റ് ചെയ്തില്ല. അയാൾ കൈക്കൂലി വാങ്ങിച്ചാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ ഗോത്രസഭയും പരാതി കൊടുത്താ. അതൊക്കെ കാറ്റി പറത്തിയിട്ട് ആ എസ് ഐ ചുമ്മാ വന്നെങ്കിൽ അവന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. നീ വാടാ കരുമ. ഇപ്പൊ തന്നെ നമുക്ക് ചെന്ന് ആ എസ് ഐയെ കാണാം. എത്ര കാശ് അയാൾ വാങ്ങിയെന്ന് എനിക്ക് മുഖത്ത് നോക്കി ചോദിക്കണം. എന്റെ മുത്തിയമ്മേ, പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് വേണ്ടാതീനം പറഞ്ഞ ആരായാലും അവന്മാര് പിടിച്ച് അകത്തിടും. എന്റെ ബലമായ സംശയം വേറൊന്ന, നിങ്ങൾ പോയ ശേഷം ഞാൻ ആ എസ് ഐയോട് വളരെ രഹസ്യമായി കാര്യങ്ങൾ സംസാരിച്ചതാ. അയാൾ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതാ ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കൂന്ന്. കാശ് കണ്ടപ്പ അതൊക്കെ അങ്ങ് വെള്ളത്തിലായി പോയി. ഞാൻ പറയട്ടെന്ന്, എന്റെ ഒരു സംശയം ഇല്ലയോ ഞാൻ പറഞ്ഞു വരുന്നേ. മുത്തിയമ്മ ഇതൊന്ന് പിടിച്ചേ. എസ് ഐ അവിടെ ചെന്നപ്പോ ചിന്നുവിന്റെ മൊഴി എടുക്കണമെന്ന് തോന്നി കാണും. ചെന്ന് മൊഴിയെടുത്തപ്പം കരുമനും ഗോത്രസഭയും ഒക്കെ പറഞ്ഞതിന് നേരെ എതിരായിട്ടായിരിക്കും ചിന്നു മൊഴി കൊടുത്തത്. പാർവതി ഡോക്ടർ ഒരു തരത്തിലും കുറ്റക്കാരി അല്ലെന്ന്. പിന്നെ എങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്യുന്നേ? അതിന് ചിന്നു സംസാരിക്കാൻ വയ്യല്ലോ. ആര് പറഞ്ഞു? ചിന്നു കുറേശ്ശെ സംസാരിച്ചു തുടങ്ങി. ആണോ? അച്ഛനിതെങ്ങനെ അറിഞ്ഞു? നീരേറ്റിലൊരു ഇല അനങ്ങിയാലും ഈ മാത്യൂസ് അതറിയും. അങ്ങനെ എൻ്റെ ഒരു രീതി. ചിന്നുവിന്റെ കൈയും കാലും ഒക്കെ കുറേശ്ശെ അനങ്ങുന്നുണ്ട്, കുറേശ്ശെ വർത്തമാനവും പറയുന്നുണ്ട്. എന്റെ മലക്കാളി, നീ കാത്തു. ആരെ കാത്ത്? നീരേറ്റുകാരെ കാത്ത്. സംസാരിക്കാനുള്ള കഴിവ് തിരിച്ചു കിട്ടിയപ്പോ ചിന്നു ആ കഴിവ് ആദ്യം പ്രയോഗിച്ചത് തന്നെ കരുമനെതിരായിട്ടാ.